സലാലയിലെ ഷർബദാത്ത് പ്രദേശത്ത് ജോലിക്കെത്തിയ 3 മലയാളികളാണ് മാസങ്ങളോളം ശമ്പളമില്ലാതെ ദുരിതമനുഭവിച്ചത്. നാട്ടിൽ മത്സ്യബന്ധനം നടത്തി ജീവിച്ചിരുന്ന ഇവരെ ഇതേ ജോലിക്കായാണ് ഒമാനിലെത്തിച്ചത്. എന്നാൽ ഒമാനിലെ നിയമമനുസരിച്ച് വിദേശികൾക്ക് കടലിൽ മത്സ്യബന്ധനം അനുവദിക്കില്ല. ഇതറിയാതെയാണ് ഇവർ നാട്ടിൽ നിന്നും എത്തിയത്. മാത്രമല്ല, മത്സ്യബന്ധനത്തിന് ആവശ്യമായ വലയോ മറ്റു ഉപകരണങ്ങളോ നൽകാതെയാണ് തൊഴിലുടമ ഇവരെ കടലിലേക്ക് അയച്ചത്. ഇതോടെ വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. ശമ്പളമോ ഭക്ഷണമോ കൃത്യമായി നൽകാതായതോടെ തൊഴിലാളികൾ കൊടിയ ദുരിതത്തിലായി. പ്രവാസി വെൽഫെയർ പ്രവർത്തകർ തൊഴിലുടമയുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാനായത്. പുതിയ വിസയിൽ ജോലി ആവശ്യാർത്ഥം ആദ്യമായിട്ട് ഒമാനിലെത്തിയ 3 ചെറുപ്പക്കാരിൽ 2 പേർക്കാണ് പ്രവാസി വെൽഫെയറിന്റെ സഹായത്തോടു കൂടി ഇപ്പം നാട്ടിലേക്ക് മടങ്ങുവാൻ അവസരം ഒരുങ്ങിയത്. ഇവർ ഇവിടെ എത്തിയതിനു ശേഷം ഇതുവരെ സ്ഥിരമായ ജോലിയോ വരുമാനമോ ഉണ്ടായിരുന്നില്ല. അതിൻ്റെതായ എല്ലാവിധ പ്രയാസങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിലേക്ക് പണം അയക്കാൻ കഴിയാത്തതിനാൽ ഇവരിൽ ഒരാളുടെ കുടുംബത്തെ വാടക വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. 2 പേരാണ് നാട്ടിലേക്ക് മടങ്ങിയത്. കടവും ദുരിതവും ഓർത്ത് മറ്റെന്തെങ്കിലും ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒരാൾ സലാലയിൽ തന്നെ തുടരുകയാണ്. പ്രവാസി വെൽഫെയർ പ്രവർത്തകരായ സഫീർ, അബ്ദുള്ള മുഹമ്മദ്, മുസ്തഫ പൊന്നാനി എന്നിവരാണ് സഹായവുമായി മുന്നിട്ടിറങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, സലാല.